ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ +2 എക്സാം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇനി നിങ്ങൾ എന്തായാലും ഏത് വിഷയം പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ഇനി നിങ്ങളൊരു കോഴ്സ് എടുത്ത് വീണ്ടും നിങ്ങൾ പഠിക്കാനായിട്ട് പോകും അല്ലേ. അപ്പോൾ ആ ഒരു ഏത് കോഴ്സാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുടെ ബേസിസിലാണ് ഒരു കോഴ്സ് എടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യമേ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കി ഒരു കോഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള ഒരു കോഴ്സ് തന്നെ, ഒരു വിഷയം തന്നെ നിങ്ങൾ അടുത്ത് നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇൻട്രസ്റ്റാണ് അവിടെ മെയിനായിട്ട് നോക്കേണ്ടത്. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്ത് പ്രശ്നം വന്നാലും നമുക്കത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കി മാത്രം ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യമാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. അതായത് നിങ്ങളിപ്പം ഇപ്പോൾ ബികോമിന് പോകുന്ന കുട്ടിയാണെങ്കിൽ ബികോമിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, എത്ര വർഷത്തെ കോഴ്സാണ്, ആൻഡ് അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അതിനകത്ത് ഈ പ്രോജക്റ്റ്, ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പ്രോജക്റ്റ്, ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഇപ്പോഴേ അറിഞ്ഞു വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് വളരെ അടുത്തൊരു മേജർ ഫാക്ടറായിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോഴ്സ് ചിലപ്പോൾ നല്ല നല്ല കോഴ്സുകൾ എടുത്ത് പഠിക്കും. പക്ഷേ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത്ര നല്ലതല്ലെങ്കിൽ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ തന്നെ, മീൻസ് ഏത് കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് സെർച്ച് ചെയ്ത് തന്നെ, ചോദിക്കേണ്ടവരുടെ അടുത്ത് ചോദിച്ചും നെറ്റിലൊക്കെ നന്നായിട്ട് സെർച്ച് ചെയ്തും ഒക്കെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. സോ നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 10th കഴിഞ്ഞപ്പോഴും നമുക്ക് സ്കൂളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലേ. നമ്മൾ അലോട്ട്മെൻറ്റ് വരുന്ന ടൈമിൽ അപ്ലൈ ചെയ്യാൻ വരുന്ന സമയത്ത് അഡ്മിഷന് നമ്മളിങ്ങനെ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് കോളേജിൽ, മീൻസ് ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ ഡിഗ്രിക്കൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്ന കോളേജുകളുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലിസ്റ്റൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറയേണ്ടത്, നിങ്ങൾ എടുക്കുന്ന കോഴ്സ് കൊണ്ട് കരിയർ, അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിട്ടുണ്ടാവുക. അതായത് നല്ല കരിയറിലോട്ട് പോകാൻ പറ്റുമോ, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, എബ്രോഡ് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് അതിനനുസരിച്ച് വേണം നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ പറയേണ്ടത് പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ പ്ലേസ്മെൻ്റൊക്കെ കൂടുതലും നടക്കുന്നത് നല്ല നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള അത്രയും നല്ല കോളേജുകളിലൊക്കെ ആയിരിക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കൂടുതലായിട്ട് നടക്കുന്നുണ്ടാവുക. സോ ആ ഒരു പ്ലേസ്മെൻറ്റ് നടക്കുന്ന കോളേജുകൾ ഏതൊക്കെയാണ്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതിപ്പോൾ കൂടുതലും സയൻസൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ സയൻസ് ഫീൽഡിലൊക്കെയാണ് കൂടുതലും പ്ലേസ്മെൻ്റൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടാവുക. ഓക്കെ, എനിവേ അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇനി പറയേണ്ടത് നമ്മുടെ യു ജി സി എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ്. യു ജി സിയുടെ അംഗീകാരമുള്ള കോളേജാണോ, ആൻഡ് ഓൾസോ നാക്, അതായത് നാക്കും NIRF എന്നൊക്കെ പറയുന്ന ഒരു ഓർഗനൈസേഷൻസ് ആണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കി അവർക്ക് ഓരോ റാങ്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ പിന്നെ അത് നമ്മൾ പറയുന്ന അക്രഡിറ്റേഷൻ എന്നാണ് പറയുക. സോ നാക്കിൻ്റെ അത് ഓരോ ഗ്രേഡായിട്ടായിരിക്കും ഓരോ കോളേജിന് കൊടുക്കുന്നുണ്ടാവുക. ആ കോളേജിൻ്റെ പെർഫോമൻസ്, അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് ഗ്രേഡ് കൊടുക്കും. അപ്പോൾ നല്ല നല്ല ഗ്രേഡുള്ള കോളേജിൽ പോകാനായിട്ട് നോക്കുക. ഇപ്പോൾ നാക്കിൻ്റെയൊക്കെ നല്ല നല്ല അക്രഡിറ്റേഷനുള്ള, അതായത് നല്ല ഉയർന്ന ഗ്രേഡൊക്കെ കിട്ടിയിട്ടുള്ള കോളേജ് എന്ന് പറയുമ്പോൾ അത്രയും നല്ല കോളേജ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജനറലി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. സോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.